നമസ്കാരം. 2023-24 സാമ്പത്തിക വർഷം അവസാനിക്കാറായല്ലോ. ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതിൽ ന്യൂ റെജീമിലുള്ള ആൾക്കാർക്ക് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പഴയ സ്കീം പ്രകാരം 2 ലക്ഷം വരെ ടാക്സ് ഇല്ല. സാധാരണ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. 2.5 മുതൽ 5 ലക്ഷം വരെ 5%, അങ്ങനെ ഒരു സ്ലാബിൽ പോവുകയാണ്. പക്ഷേ 5 ലക്ഷത്തിനുള്ളിൽ ഇൻകം നിൽക്കുകയാണെങ്കിൽ 87A റിബേറ്റ് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടതില്ല. പക്ഷേ 5 ലക്ഷത്തിന് മേളിൽ പോയാൽ 2 ലക്ഷത്തിന് മുകളിലുള്ള ഇൻകത്തിന് ഫുൾ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. സമയം ന്യൂ റെജീമിലാണെങ്കിൽ 3 ലക്ഷം വരെ ടാക്സ് ഇല്ല. 3 മുതൽ 6 ലക്ഷം വരെ 5%, 6 മുതൽ 9 ലക്ഷം വരെ 10%, അങ്ങനെയാണ് സ്ലാബ് പോകുന്നത്. അപ്പോൾ ഇവിടെ 7 ലക്ഷം വരെ അവർക്ക് പുതിയ സ്കീമുകാർക്കാണെങ്കിൽ 7 ലക്ഷം വരെ ടാക്സ് ഇല്ല. 7-ന് മുകളിൽ പോയാൽ ഫുൾ ടാക്സ് വരുമോ? വരില്ല. അവിടെയാണ് ഈ ചേഞ്ചസ് ഈ വർഷം വന്നിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരാൾക്ക് 7,15,000 രൂപ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. ആൾക്കപ്പോൾ നമുക്ക് പുതിയ റെജീം പ്രകാരം എത്ര ടാക്സ് വരും നോക്കാം. 3 ലക്ഷം വരെ ഇല്ല. 3 മുതൽ 6 ലക്ഷം വരെ 5%, അത് 15,000 ടാക്സ് വരും. പിന്നെ നമ്മൾ 6 മുതൽ 7,15,000, 1,15,000 രൂപ വരെ. അതിന് 10% എന്ന് പറഞ്ഞാൽ 11,500. ഇപ്പോൾ 2 കൂടുമ്പോൾ 26,500 രൂപ നമുക്ക് ടാക്സ് വരും. പക്ഷേ 26,500 രൂപ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കേസുകളിൽ ഒരു മാർജിനൽ റിലീഫ് കിട്ടും. അതായത് 7 ലക്ഷത്തിന് മുകളിൽ എത്ര ഇൻകം വന്നോ അതിനേക്കാൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. അതായത് ഈ കേസിൽ 7,15,000 രൂപ ഇൻകം ഉള്ള ഒരാൾക്ക് 15,000 രൂപ ടാക്സ് അടച്ചാൽ മതി. പിന്നെ 4% സെസ്, അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് അടച്ചു കഴിഞ്ഞാൽ തീരും. അതാണ് ഈ വർഷം കൊണ്ടുവന്ന പുതിയ ഭേദഗതി. അതുകൊണ്ട് ഒരു 60,000 രൂപ മാസം ഇൻകം ഉള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയ റീജിയനിലാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും ടാക്സ് വരത്തില്ല. അതുകൊണ്ട് അത് ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സാലറി മാത്രം ഇൻകം ഉള്ളെങ്കിൽ നമുക്ക് ഓരോ വർഷവും ചേഞ്ച് വരുത്താം. ഓൾഡ് സ്കീമോ ന്യൂ സ്കീമോ. ബിസിനസ്സുകാർക്ക് മാത്രമാണ് എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്ദി.